ഹായ് എവരിവൺ, ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ബ്രാൻഡിൻ്റെ ഷോപ്പിഫൈ ഡെവലപ്മെൻ്റ് ആണ്. ഞാനിവിടെ ബ്രാൻഡും ഈ പാർട്ടിൽ ഞാൻ റിവീൽ ചെയ്യും. ബ്രാൻഡ് നെയിം, ബ്രാൻഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ പാർട്ടിൽ തന്നെ റിവീൽ ചെയ്യും. മാത്രമല്ല അതിലെങ്ങനെ നമ്മൾ ഷോപ്പിഫൈ ഉപയോഗിച്ച് വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നു, ഒരു കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ ബേസ്ഡ് ആയിട്ടൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നു. അത് കംപ്ലീറ്റ്ലി നമ്മൾ AI ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ ബിൽഡ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. സോ നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണുക. നമുക്ക് എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഞാൻ സ്ക്രീൻ ഷെയർ വഴി പറയുന്നതായിരിക്കും. സോ നിങ്ങൾ എൻ്റെ ചാനൽ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാകും. ഷോപ്പിഫൈ ഫ്രീ കോഴ്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആക്ച്വലി ഈ പ്ലേലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഷോപ്പിഫൈ കംപ്ലീറ്റ്ലി ബിഗിനറാണ്, നിങ്ങൾക്ക് ഷോപ്പിഫൈ സ്റ്റോർ ബിൽഡ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഈ പ്ലേലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ടു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഷോപ്പിഫൈ ബിൽഡിംഗ് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. 8 വീഡിയോസായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സസ്, ഒരു കംപ്ലീറ്റ് വീഡിയോസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നമ്മളെ ഈ ബ്രാൻഡിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ കാണിക്കുന്നില്ല. കാരണം ഓൾറെഡി ഞാൻ ഈ വീഡിയോസിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഷോപ്പിഫൈ ഒരു അക്കൗണ്ട് തുടങ്ങുക, ഡൊമൈൻ കണക്ട് ചെയ്യുക, പിന്നെ അതിൻ്റെ അത് സെറ്റിങ്സ്, പോളിസീസ്, പേജസ് ബിൽഡ് ചെയ്യുക, അത് വെച്ചിട്ട് പിന്നീട് ഏറ്റവും ലാസ്റ്റത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ഒരു AI ബേസ്ഡ് ആയിട്ട് നമുക്ക് ഷോപ്പിഫൈ സ്റ്റോർ പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ്സ് കൊണ്ട് ബിൽഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പ്ലേലിസ്റ്റിനകത്തുണ്ട്. സോ നിങ്ങൾ ഈ പ്ലേലിസ്റ്റ് വാച്ച് ചെയ്യുക നിങ്ങൾക്ക് ഷോപ്പിഫൈ കംപ്ലീറ്റ്ലി ബിഗിനർ ആണെങ്കിൽ. ഓക്കെ, ഇനി നമ്മളുടെ ബ്രാൻഡ് ഞാൻ റിവീൽ ചെയ്യാണ്. ഇതാണ് എൻ്റെ ബ്രാൻഡ്, വൺ വെൽനെസ് എന്നാണ് എൻ്റെ ബ്രാൻഡിൻ്റെ നെയിം. അപ്പോൾ ഇത് UK ഞാൻ ഇപ്പോൾ പറഞ്ഞ നമ്മൾ UK സ്റ്റാർട്ട് ചെയ്ത ബ്രാൻഡാണ്, UK സ്റ്റാർട്ട് ചെയ്ത ബ്രാൻഡാണ്. ആക്ച്വലി ഈ ബ്രാൻഡ് ഞാൻ റൺ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞതുപോലെ എനിക്ക് ലൈവായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഇൻ ബിറ്റ്വീൻ ഞാൻ പല യാത്രകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ വൺ വെൽനെസ് സ്റ്റാർട്ട് ചെയ്ത് അത് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അതിനകത്ത് നടന്ന എല്ലാ കാര്യങ്ങളും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. വൺ വെൽനെസ്സിന് ഇപ്പോൾ ഓർഡേഴ്സ് വന്നുകൊണ്ടിരിപ്പുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഫർദർ വീഡിയോസിൽ നിങ്ങളെ കാണിക്കുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ബ്രാൻഡ്. എൻ്റെ ബ്രാൻഡിൻ്റെ ഹോം പേജാണിത്. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് 4 പ്രോഡക്റ്റ്സാണ് ഇപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനകത്ത് ഫസ്റ്റത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വൺ വെൽനെസ് കംഫർട്ട് പ്രോ എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചു. ഈ പ്രോഡക്റ്റുമാണ് നമ്മുടെ ഹീറോ പ്രോഡക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് രണ്ടും ഒരു അപ്സെൽ പ്രോഡക്റ്റ് പോലെ ഞാൻ ഇപ്പോൾ വെച്ചേക്കാണ്. അപ്സെലിനൊന്നും ഞാനിപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റേജിൽ, ഇപ്പോൾ ഉള്ള ഈ ഒരു സ്റ്റേജിൽ ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ബട്ട് നമ്മളൊരു യൂസർ നമ്മളുടെ വെബ്സൈറ്റിൽ വരുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഒരു 2-3 പ്രോഡക്റ്റ്സൊക്കെ കാണണം. ഒരു വൺ വെൽനെസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഒരു പ്രീമിയം ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഒരു പ്രോഡക്റ്റ്, മീൻസ് ഒരു ബ്രാൻഡ് പോലെയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ രീതിയിലാണത് കംപ്ലീറ്റ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇത് കളക്ഷൻ പേജാണിത്, കംപ്ലീറ്റ്ലി കളക്ഷൻ പേജ് ഇതാണ് പ്രോഡക്റ്റ് പേജസ് ഇതാണ്. ഓക്കെ, ഈ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ആഡ്സൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെയിൽസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതെങ്ങനെയാണ് ബിൽഡ് ചെയ്തത്, അതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഷോപ്പിഫൈ കംപ്ലീറ്റ്ലി ബിഗിനറാണെങ്കിൽ ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഷോപ്പിഫൈ വളരെ ഈസായിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ആക്ച്വലി നിങ്ങളിന്ന് ഷോപ്പിഫൈ ബിൽഡ് ചെയ്യാൻ ഇന്ന് ഒരു ഏജൻസിയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഡെവലപ്പറിൻ്റെ അടുത്തോ പോവേണ്ട കാര്യമില്ല. അത്രയും ഈസായിട്ട് ഇന്ന് നിങ്ങൾക്ക് ഈ AI ഒക്കെ വെച്ചും കുറേ 2-3 ആപ്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന് ബിൽഡ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ആപ്സിൻ്റെ ഒരു കാര്യം പോലും വേണ്ട. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ക്ലൗഡൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന് ഒരു ഷോപ്പിഫൈ സ്റ്റോർ ഈസിയായിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഒരു എന്താ പറയുക സ്ട്രക്ചറായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇതേപോലെ ഒരു വീഡിയോസ് കാണുക. എൻ്റെ വീഡിയോസിനകത്ത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം. മേ ബി അത് കുറേ പേരെ കണ്ട് നല്ല അഭിപ്രായമൊക്കെ പറയുന്നുണ്ട് ഈ ഒരു കോഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് വൺ വെൽനെസ്സിൻ്റെ ഇതെങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് പേജും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് എന്നുള്ളതാണ് ഞാൻ ഫർദറായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാനിവിടെ ആക്ച്വലി ഒരു പ്രോംപ്റ്റ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു ലാൻഡിങ് പേജിൻ്റെ നമ്മളിപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇവിടെ നമ്മൾ ഏതൊക്കെ പേജസാണ് ബിൽഡ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ പറയാം. ഒരു വെബ്സൈറ്റിൽ നമ്മൾ വരുമ്പോൾ, നമ്മളൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ, നമ്മളൊരു ബ്രാൻഡിൻ്റെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേജ് എന്ന് പറയുന്നത് ലാൻഡിങ് പേജാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ തന്നെ നമ്മളിപ്പോൾ 2 ഹീറോ പ്രോഡക്റ്റ്സാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞു, ഈ പ്രോഡക്റ്റും. അപ്പോൾ ഈ പ്രോഡക്റ്റ് ലാൻഡിങ്
ഈ പ്രോഡക്റ്റ് പേജിലോട്ടാണ് നമ്മുടെ മെയിൻ ലാൻഡിങ് പേജ്. മീൻസ് നമ്മൾ ആഡ്സ് റൺ ചെയ്ത് ട്രാഫിക്കിനെ ഡ്രൈവേർട്ട് ചെയ്ത് നമ്മൾ ലാൻഡ് ചെയ്യിപ്പിക്കുന്ന ഈ ഒരു പേജസിലാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ട്രാഫിക്ക്, നമ്മുടെ ടാർഗറ്റ് ട്രാഫിക് യൂസേഴ്സ് ലാൻഡ് ചെയ്യുന്ന പേജസാണ്. അപ്പോൾ അവിടെ കൺവിൻസ് ചെയ്യാവുന്ന രീതിയിൽ നമ്മളെ ലാൻഡിങ് പേജ് കംപ്ലീറ്റ് ആയിട്ട് ബിൽഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആഡ്സ് റൺ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് മെറ്റയിൽ നമ്മൾ ക്രിയേറ്റീവ്സൊക്കെ എക്സാക്ട്ലി കൊടുത്ത് ആഡ്സ് റൺ ചെയ്യുന്നു. ആഡ്സ് റൺ ചെയ്യുമ്പോൾ ഓക്കെ, നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ അടുത്ത് അവിടെ എത്തുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 50 years എബോ ഉള്ള ഒരു ലേഡി, UK ഒരു ലേഡിയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്ത് അവരുടെ ഫ്രണ്ടിൽ നമ്മൾ ആഡ് കാണിക്കുന്നു. അപ്പോൾ അവർ ആ ആഡിൽ കണ്ട് ഇംപ്രസ്ഡായി ആഡ് ക്ലിക്ക് ചെയ്ത് ലാൻഡ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ലാൻഡിങ് പേജിലോട്ടാണ്. പിന്നെ ആ ഒരു യൂസറിനെ കൺവിൻസ് ചെയ്യേണ്ട ബാധ്യത ലാൻഡിങ് പേജിലാണ്. ആഡിൻ്റെ ജോബ് അവിടെ ഏകദേശം കഴിഞ്ഞു. അവർ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് എ സെയിൽസ് പേഴ്സൺ അവരടുത്ത് പറയുന്നത് പോലെ നമ്മുടെ ലാൻഡിങ് പേജ് അവരടുത്ത് സ്പീക്ക് ചെയ്യണം. അവരടുത്ത് എന്തൊക്കെ അവർക്ക് ക്വയറീസ് ഉണ്ടോ, എന്തൊക്കെ അവർക്ക് ഡൗട്ട്സുകളുണ്ടോ, അതെല്ലാം നമ്മൾ ലാൻഡിങ് പേജ് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അതാണ് ലാൻഡിങ് പേജിൻ്റെ എക്സാക്ട് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആസ് എ മാർക്കറ്റ് അല്ലെങ്കിൽ ആസ് എ ബ്രാൻഡാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് നമുക്ക് ലാൻഡിങ് പേജ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലാൻഡിങ് പേജ് നമുക്ക് ബിൽഡ് ചെയ്യുമ്പോൾ ഇന്ന് കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഒരു CRO എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ബേസ്ഡ് ആയിട്ട് വേണം അത് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കൈൻഡ് ഓഫ് യൂസർ ആണ് നമ്മൾ ലാൻഡിങ് പേജ് ലാൻഡ് ചെയ്യുന്നത്, അവർക്ക് കൺവിൻസ് ആവുന്ന രീതിയിൽ നമ്മളെ ലാൻഡിങ് പേജ് എക്സാക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുക. അവരെ ആ ഒരു ക്വയറി എന്താണോ അവിടെ ക്വയറി, അല്ലെങ്കിൽ അവരെന്താണോ ഡൗട്ട്സുകൾ, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ഒബ്ജക്ഷൻസ് ഉള്ളത്, ഇതൊക്കെ നമ്മളെ ലാൻഡിങ് പേജ് അവർക്ക് റെസ്പോണ്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനെയാണ് ഒരു എക്സാക്ട് CRO എന്ന് പറയുന്നത്. അല്ലാതെ വളരെ ഭംഗിയായിട്ട് അതിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതല്ല. ഇപ്പോൾ ചില ലാൻഡിങ് പേജസ് നമ്മൾ കാണാൻ പറ്റും, ചില പേജസ് കാണാൻ പറ്റും, അത് ഭയങ്കര റിച്ച് ആയിട്ട് അവർ ബിൽഡ് ചെയ്യും. പക്ഷേ ആ ലാൻഡ് ചെയ്യുന്ന യൂസേഴ്സിന് അതെന്താണെന്ന് മനസ്സിലാവത്തില്ല. അതിനകത്ത് ഇറങ്ങുന്നവർക്ക് എന്തൊക്കെയോ കാണിക്കുന്നു, എന്തൊക്കെയോ ഇമേജസ് കാണിക്കുന്നു, വീഡിയോസ് കാണിക്കുന്നു, പക്ഷേ നമുക്കത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ലീവ് ചെയ്യും. പെട്ടെന്ന് അത് ബൗൺസ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എക്സാക്റ്റായിട്ട് നമ്മളെ ടാർഗറ്റ് അവതാറിനെ ലാൻഡ് ചെയ്യുമ്പോൾ അവരുടെ ക്വയറീസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ ലാൻഡിങ് പേജ് റെസ്പോണ്ട് ചെയ്ത് അവർക്ക് അതിൻ്റെ ഉള്ള ആൻസേഴ്സ് കൊടുക്കണം. ഓക്കെ, അവരെ കൺവിൻസ് ചെയ്യണം. അതാണ് കാര്യം. അപ്പോൾ ഇതിന് നമ്മളങ്ങനെ ചെയ്യണമെങ്കിൽ ആക്ച്വലി എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം തൊട്ടേ നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിങ് നമ്മൾ ചിന്തിക്കണം. ആരാണ് നമ്മളുടെ ടാർഗറ്റ് അവതാർ? നമ്മൾ ആ ടാർഗറ്റ് അവതാറിൻ്റെ അടുത്ത് എന്തൊക്കെ നമ്മൾ പറയണം, എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് അവർ ചിന്തിക്കുന്നുണ്ട്, ആ ഒബ്സ്റ്റക്കിൾസിനെ എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവർ കൺവിൻസ് ആവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് പ്രോസസ്സിൽ നമ്മൾ തിങ്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ബെറ്റർ ആയിട്ട് ഒരു ലാൻഡിങ് പേജ് ബിൽഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ബ്രാൻഡ് റൺ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഈ പ്രോംപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബ്രാൻഡ് ഗൈഡ് ലൈൻസ് ബിൽഡ് ചെയ്യുക. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രാൻഡ് ഗൈഡ് ലൈൻസ് ബിൽഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബ്രാൻഡ് ഗൈഡ് ലൈൻസ് വെച്ചിട്ട് നിങ്ങളുടെ കസ്റ്റമർ അവതാർ ബിൽഡ് ചെയ്യുക. ഓക്കെ, ആരൊക്കെയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു കസ്റ്റമർ അവതാർ ബിൽഡ് ചെയ്യുക. അതിനുശേഷം ഇത് രണ്ടും ബേസ്ഡ് ആയിട്ടാണ് പിന്നെ നമ്മൾ ലാൻഡിങ് പേജ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി എന്താണോ നമുക്ക് മീൻസ് നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് പറയേണ്ടത്, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ അടുത്ത് പറയേണ്ടത്, അത് എക്സാക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു ലാൻഡിങ് പേജ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു പ്രോംപ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ക്ലൗഡാണ്. ക്ലൗഡിൻ്റെ പ്രോ പാക്കേജ് നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു ബ്രാൻഡ് ഗൈഡ് ലൈൻസ് ആദ്യം ബിൽഡ് ചെയ്യാം. അപ്പോൾ ബ്രാൻഡ് ഗൈഡ് ലൈൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു പ്രോംപ്റ്റിനകത്ത് നമുക്ക് ഇവിടെ ഒരു ലിങ്ക് കൊടുക്കാം, കോമ്പറ്റീറ്റർ ലിങ്ക് കൊടുക്കാം. കോമ്പറ്റീറ്റർ ലിങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ആമസോൺ ലിങ്ക്സോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോൾ പ്രോഡക്റ്റ് റിസർച്ചിലൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരെയൊക്കെ ലിങ്ക് കൊടുക്കാം. അവരെയൊക്കെ ലിങ്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ പ്രോഡക്റ്റ് നെയിം എന്താണെന്ന് കൊടുക്കുക. നമ്മളൊരു പ്രോഡക്റ്റ് നെയിം ബിൽഡ് ചെയ്യുമ്പോൾ ആക്ച്വലി കണ്ടോ, ഈ ഒരു പ്രോഡക്റ്റിന് ഇതിൻ്റെ സീറ്റ് കുഷൻ അല്ലെ എക്കണോമിക് സീറ്റ് കുഷൻ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു നെയിം വരുന്നത്.
പക്ഷേ ആ ഒരു നെയിംസൊക്കെ കംപ്ലീറ്റ് മാറ്റിയിട്ട് നിങ്ങളുടെ ബ്രാൻഡ് നെയിം വെച്ചായിട്ടുള്ള ഒരു 2 അല്ലെങ്കിൽ 3 വേർഡ്സ് ഉള്ള ഒരു ഒരു നെയിം ആ പ്രോഡക്റ്റിന് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർ വേറെ എവിടെയെങ്കിലും ഈ ഒരു നമ്മളെ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് ഇപ്പോൾ ഏതെങ്കിലും യൂസർ വന്നിട്ട് വേറെ ഇപ്പോൾ ആമസോണിലോ അല്ലെങ്കിൽ ഇബേയിലോ ഒക്കെ പോയി സെർച്ച് ചെയ്താൽ ഈ പ്രോഡക്റ്റ് കിട്ടില്ല, അതൊരു കാര്യം. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, ഒരു എക്സാക്റ്റ് ആയിട്ടൊരു ബ്രാൻഡ് പോലെ ഫീൽ ചെയ്യും, കുറച്ചുകൂടെ ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഫീൽ ചെയ്യും. നമ്മൾ കുറച്ചുകൂടെ ഈ വേർഡ്സ് ഒക്കെ നല്ല മീൻസ് ഇങ്ങനെ ഒരു 1 വെൽനസ് പ്രോ, കംഫർട്ട് പ്രോ എന്ന് പറയുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു ബ്രാൻഡിങ് അവിടെ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു 2-3 കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രോഡക്റ്റിന് ഇങ്ങനെ ഒരു നെയിം കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. TM ഒക്കെ ട്രേഡ് മാർക്ക് ചുമ്മാ കെട്ടാക്കുന്നതാണ്, അത് ചുമ്മാ അത് കാണാനൊരു രസത്തിന് വേണ്ടിയാണ് കെട്ടാക്കുന്നതാണ്. പക്ഷേ ട്രേഡ് മാർക്ക് അങ്ങനെയൊന്നും ഇടാൻ പാടില്ല, അത് ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിലേ ഇടാൻ പറ്റൂ. പക്ഷേ ഞാൻ ഇവിടെ ചുമ്മാ കിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ബ്രാൻഡിന് നെയിം കൊടുക്കുക, പ്രോഡക്റ്റ് നെയിം കൊടുക്കുക, നിങ്ങളുടെ മാർക്കറ്റ് ഏതാണെന്ന് കൊടുക്കുക, നിങ്ങളുടെ മാർക്കറ്റ് ഏതാണെന്ന് ഏത് കൺട്രിയാണെന്ന് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന കൊടുക്കുക. ജെൻഡർ കൊടുക്കാം, മെൻ ആൻഡ് വുമൺ കൊടുക്കാം. ഏജ് വേണമെങ്കിൽ കൊടുക്കണമെന്നില്ല, കാരണം ഏജ് ഓട്ടോമാറ്റിക്കായിട്ട് അത് നമുക്ക് നമ്മളിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ പ്രോംപ്റ്റിൽ ഇട്ടേക്കുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ ഔട്ട്പുട്ട് സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ കോർ ബ്രാൻഡിങ് പൊസിഷൻ, അവതാർ, പ്രോബ്ലം ബ്രേക്ക് ഡൗൺ, യുണീക്ക് മെക്കാനിസം, കോർ ബ്രാൻഡ് മെസ്സേജസ്. ആക്ച്വലി ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിങ് ഐഡിയാസും അതിൻ്റെ മെക്കാനിസം എന്താണ്, ഈ ഒരു യുണീക്ക് മെക്കാനിസം എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോംപ്റ്റ് നമ്മൾ കോപ്പി ചെയ്തിട്ട് ക്ലോഡിൽ കൊടുക്കുക. ക്ലോഡിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതേപോലെ എല്ലാം കൊടുത്തതിന് ശേഷം ഏറ്റവും ഇനിയും നമുക്ക് കുറച്ചുകൂടെ ഇൻപുട്ട് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആമസോൺ കൈൻഡ് ഓഫ് ലിങ്ക്സുകൾ എടുക്കുക. അപ്പോൾ അതിനെ സ്ക്രീൻഷോട്ട് ചെയ്തും കൂടെ വയ്ക്കുക. സ്ക്രീൻഷോട്ട് ചെയ്ത് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും വയ്ക്കുക. റിവ്യൂസും സ്ക്രീൻഷോട്ട് ചെയ്ത് വയ്ക്കുക. റിവ്യൂസ് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ആമസോൺ റിവ്യൂസൊക്കെ സ്ക്രാപ്പ് ചെയ്ത് നമുക്ക് എക്സലിൽ എടുക്കാൻ പറ്റുന്ന ആപ്പുകളുണ്ട്, ക്രോം എക്സ്റ്റൻഷൻസും അങ്ങനെയുള്ള ആപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. കാരണം ഈ റിവ്യൂസിനകത്ത് ഇപ്പോൾ എക്സാക്ട്ലി യൂസേഴ്സ് ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവ്സും ഉണ്ട്. ഓക്കെ, ഇത് ഒരു റിയൽ കസ്റ്റമേഴ്സ് പറഞ്ഞേക്കുന്ന ആളുകളാണ്, ആമസോണിനകത്തുള്ളതാണ്. ആക്ച്വലി ഇത് സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ ഒരു സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ റിവ്യൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു റിവ്യൂസിലാണ് എക്സാക്ട്ലി ഒരു കസ്റ്റമർ അതിൻ്റെ കസ്റ്റമറിൻ്റെ പെയിൻ പോയിൻറ്റും കാര്യങ്ങളും അത് പറയുന്നത്. ഓക്കെ, ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചു, പക്ഷേ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റിയില്ല, ഈ പ്രോഡക്റ്റിന് ഇന്ന പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ റിവ്യൂസാണ്. കാരണം നമ്മൾ ഇതേ സെയിം കൈൻഡ് ഓഫ് പ്രോഡക്റ്റാണ് നമ്മൾ ഇറക്കുന്നെങ്കിൽ നമുക്ക് ആ റിവ്യൂ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും കസ്റ്റമർ എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൽ നിന്ന്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഒരു പ്രോഡക്റ്റൊക്കെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. റിവ്യൂ മൈനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതുണ്ടെങ്കിൽ നമ്മളെ കോമ്പറ്റീറ്റർ ഇതേപോലെ ആമസോണിലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ റിവ്യൂസൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് വേണമെങ്കിൽ ആ റിവ്യൂസും കൂടെ ഇതിനകത്ത് വയ്ക്കാം. നമുക്കൊരു എക്സലായിട്ടും കൂടെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു ബ്രാൻഡ് ഗൈഡ് ലൈൻ, ബ്രാൻഡ് സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ ഗൈഡ് ലൈൻ ആൻഡ് ആഡ് സ്ട്രാറ്റജി ഡോക്യുമെൻറ്റ് നമുക്ക് കിട്ടും. അത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വായിക്കുക. അപ്പോൾ എന്താണ് ഇതിൻ്റെ കോർ ബ്രാൻഡ് പൊസിഷനിങ് എങ്ങനെ വേണം, അവതാർ ഏതൊക്കെ അവതാർസാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉള്ളത്, പിന്നെ ഇതിൻ്റെ പ്രോബ്ലംസ് എന്താണ്, ബ്രേക്ക് ഡൗൺ. അപ്പോൾ നമ്മൾ ഈ അവതാർസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ്. ആക്ച്വലി നമ്മൾ നേരത്തെ ആ SOP പ്രോഡക്റ്റ് റിസർച്ച് SOPയിലും ഇതേപോലത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ. നമ്മൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ പ്രോഡക്റ്റ് റിസർച്ച് ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് നമ്മൾ ജെമിനൈയിൽ ഉപയോഗിച്ച് ഡീപ്പ് റിസർച്ചൊക്കെ ചെയ്ത സംഭവം. ആക്ച്വലി അതും വേണമെങ്കിൽ ഇവിടെ വയ്ക്കാം. പിന്നെ ഞാനത് വയ്ക്കാതെ കുറച്ചുകൂടെ എല്ലാം കൂടെ മിക്സ്ഡ് ആവട്ടെന്ന് വെച്ചാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രോബ്ലം ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ ഇവിടെ അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പ്രോബ്ലംസ് എങ്ങനെയാണ് നമ്മൾ ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് സോൾവ് ചെയ്യുന്നത്, അതിൻ്റെ യുണീക്ക് മെക്കാനിസം എന്താണ്. മീൻസ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്, പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ യുണീക്ക് മെക്കാനിസം എന്താണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം വരുമ്പോൾ ഇതിനൊരു യുക്കട്ട് ഉണ്ടല്ലേ, ഡ്യുവൽ സോൺ അലൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട് ഇതിനകത്ത്. എന്ന് പറഞ്ഞാൽ കോക്സി കട്ടൗട്ട് സിസ്റ്റം ഉണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു സാധനമുണ്ട്, ഒരു ലംബാർ സപ്പോർട്ട് കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ യുണീക്ക് മെക്കാനിസം. പിന്നെ ഇതിൻ്റെ കോർ ബ്രാൻഡ് മെസ്സേജസ് എന്താണ്, ഇങ്ങനെ ഇപ്പം കോംപ്ലയൻസ്, സേഫ് ക്ലെയിംസ് ഒക്കെ കാര്യങ്ങൾ.
അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് പ്രോംപ്റ്റ് നമ്മൾ കൊടുക്കുക. ഈ സെക്കൻഡ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഈ ബ്രാൻഡ് ഗൈഡ് ലൈൻസ് വെച്ച് നമ്മളൊരു കസ്റ്റമർ അവതാർ ബിൽഡ് ചെയ്യുകയാണ്. ഇപ്പോൾ കസ്റ്റമർ അവതാർ ബിൽഡ് ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ അതിന് ഈ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കോപ്പി ചെയ്യുക. പ്രോംപ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത ആ ബ്രാൻഡ് ഗൈഡ് ലൈൻസ് ഇല്ലേ, അത് ഇതിനകത്ത് കോപ്പി ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ടാമത്തത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഡീപ്പ് റിസർച്ച് അവതാർ ആൻഡ് ബൈയിങ് സൈക്കോളജി ഡോക്യുമെൻ്റ് നമുക്ക് കിട്ടും. ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് അവതാർസ് ഫസ്റ്റ് ബ്രാൻഡ് ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട്. ഈ അവതാർസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണ്, ഡെയിലി ലൈഫിൽ ഡെയിലി റൊട്ടീനിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണ്. അപ്പോൾ ഒരു 20 പ്രോബ്ലംസ് പ്ലസ് ഇത് അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെ നമ്മളെ പ്രോഡക്റ്റ് കൊടുക്കും എന്നുള്ള സൊല്യൂഷൻ ആംഗിൾസും ഇത് തരും. പിന്നീട് നമ്മുടെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു അവതാർസ് ആരാന്നുള്ളതും കൂടെ ഈ പ്രോംപ്റ്റ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടും. നമ്മുടെ ഈ പ്രോബ്ലംസ് ഉണ്ടല്ലോ, ആ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന എക്സാക്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻറ്റ് അവതാർസ് ആരൊക്കെയാണ്. ഇപ്പം ഒരു പ്രൊഫഷണൽ ഡ്രൈവറാണ് ഒരു അവതാർ, മേ ബി ഒരു 5 to 6 hours ഡെയിലി ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ ഒരു അവതാർ. പിന്നെ ഒരു ഡെസ്ക് വർക്ക്, ക്രോണിക് പെയിൻ ഡെസ്ക് വർക്കേഴ്സ്, മേ ബി ഒരു വർക്ക് ഫ്രം ഹോം പ്രൊഫഷണലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് നേരം ഈ ചെയറിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവർ. പിന്നെ പോസ്റ്റ്മോർട്ടം റിക്കവറർ, ഇപ്പോൾ പ്രഗ്നൻ്റ് കഴിഞ്ഞ വുമൺ, അവർക്ക് ഒരുപാട് നേരമൊക്കെ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ ആ ആളുകൾ. പിന്നെ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഓഫ് ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർ, ഇപ്പോൾ ഇഞ്ചുറീസോ അല്ലെങ്കിൽ ആർത്രൈറ്റീസ്, പിന്നെ സ്കയാറ്റിക്ക പോലെയുള്ള ഇഷ്യൂസ് ഉള്ള ആളുകൾ, അത് അവതാർ 4. പിന്നെ ഇത് ഹൈ മൈലേജ് ഗിഗ് ഓർ ഫ്ലീറ്റ് വർക്കേഴ്സ്, ഇപ്പം ഈ ഡെലിവറിയൊക്കെ ഡ്രൈവ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഡെലിവറി കാർസ് ഡ്രൈവ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഈ ട്രക്ക് ഡ്രൈവ് ചെയ്യുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ. അപ്പോൾ ഇങ്ങനെ ഒരു 5 അവതാർസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന് ഞാനൊരു HTML കൂടെ ഡിസൈൻ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ഡിസൈൻ ആക്കി നമുക്ക് തരും. ആക്ച്വലി ഈ ഡിസൈൻ നമ്മൾ കീപ്പ് ചെയ്യണം. ഈ ഡിസൈൻ നമ്മൾ കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഇപ്പോൾ ലാൻഡിങ് പേജിന് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഈ അടുത്തുള്ള മാർക്കറ്റിങ്ങിനും ആക്ച്വലി ഈ കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. മാർക്കറ്റിങ്ങിന് നമുക്ക് ഈ അവതാർസ് എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മൾ അവതാർ ആരാന്നുള്ളത് എക്സാക്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമ്മുടെ മാർക്കറ്റിംഗ് ബെറ്ററായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഈവൻ മെറ്റാ ആഡ്സിലൊക്കെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മെറ്റാ ആഡ്സിൻ്റെ പുതിയ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഒക്കെ വന്നതിന് ശേഷം ഈ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ആളുകളെ നമുക്ക് കൃത്യമായിട്ട് അറിയണം, അല്ലെങ്കിൽ അതിനൊരു ഹോപ്പ്ലെസ് ആയിട്ട് അത് ടാർഗറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ആളുകളെ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ആ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് വേണം മെറ്റയ്ക്ക് കൊടുക്കാൻ. അപ്പോൾ അതിന് ഈ ഒരു അവതാർ ആരെന്നൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അത് കുറച്ചുകൂടെ ഒന്ന് ഡിസൈൻ ആക്കിയിട്ടൊക്കെ നമുക്ക് തരുന്നുണ്ട്. സോ ഇങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിസൈൻസിൽ തരും. നമുക്ക് ഇനി കുറച്ചുകൂടെ ഒന്ന് നമ്മുടെ അടുത്ത അവതാർസിനെ ഒന്ന് റെക്ടിഫൈ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇത് തന്ന ഒരു അവതാർ എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ കൊടുത്ത രീതിയിലാണ് തന്നത്. പക്ഷേ നമുക്ക് ഇത് ബിൽഡ് ചെയ്യുമ്പോൾ അവതാർസ് ബിൽഡ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത് ഈ അവതാർ ഒരിക്കലും ഓവർലാപ്പ് ആയി പോകല്ലേ. ഓവർലാപ്പ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു വുമൺ ടാർഗറ്റ് ചെയ്യുന്നു, ഒരു വർക്ക് ഫ്രം ഹോം വുമൺ ടാർഗറ്റ് ചെയ്യുന്നു. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം വുമണും മേ ബി നമ്മളിപ്പോൾ ഒരു വുമൺ ഡ്രൈവ് ചെയ്യുന്ന ഒരു 4 to 5 hours ഡ്രൈവ് ചെയ്യുന്ന വുമൺ, ഇപ്പോൾ ഈ രണ്ട് അവതാർസായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾ തന്നെ മേ ബി ഒരു 2-3 മണിക്കൂർ ഡെയിലി ഡ്രൈവ് ചെയ്യുന്നുണ്ടാവാം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ആ രീതിയിലൊന്ന് ഓവർലാപ്പ് ആവാൻ നോക്കണം ടാർഗറ്റിങ്. അപ്പോൾ ഓവർലാപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ നമ്മളൊന്ന് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ ഈച്ച് അവതാർസ് ഡു നോട്ട് ഓവർലാപ്പ് ആൻഡ് ഈച്ച് അവതാർ ഹാവിങ് ആൻ ഓഡിയൻസ് സൈസ് അബോ 1 million പ്ലസ് ടാർഗറ്റ് ഓഡിയൻസ് ഇൻ മെറ്റയ്ക്കകത്ത് ഒരു 1 million അബോ നമുക്ക് ഓരോ അവതാറിനും ടാർഗറ്റ് ഓഡിയൻസ് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് തരും. ആക്ച്വലി നമ്മളിത് കൊടുത്തതിൽ ഇപ്പോൾ ഇതിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് നമുക്ക് നേരത്തെ അത് തന്ന ടാർഗറ്റിംഗ് മീൻസ് അവതാർസ് എക്സാക്ട്ലി സെയിം തന്നെയായിരുന്നു. ഓക്കെ, ഈ രീതിയിൽ ഇപ്പോൾ അവർ പറയുന്ന ഡെസ്ക് ബൗണ്ട് വർക്കേഴ്സിന് 336.8 million യൂസേഴ്സ് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്.
ഇപ്പോൾ പ്രൊഫഷണൽ കൊമേഴ്ഷ്യൽ ഡ്രൈവേഴ്സ് 1 million പ്ലസ്, ഇപ്പോൾ റിക്കവറിങ് മദേഴ്സ് 1.2, പിന്നെ ക്രോണിക് പെയിൻ 5.5 to 10 million യൂസേഴ്സ്. ഇപ്പോൾ ഇങ്ങനെ രീതിയിൽ ഓവർലാപ്പ് ഇല്ലാത്ത രീതിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കത് ആ രീതിയിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവാം. ബട്ട് ഇത് ക്ലൗഡ് പറയുന്ന കംപ്ലീറ്റ് 100% നിങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ കയ്യിൽ നിന്നും കൂടെ അത് റിസർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ രീതിയിലൊക്കെ ഇങ്ങനെ ഫിൽട്ടർ കൊടുക്കുമ്പോൾ മേ ബി അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയും. ഓക്കെ, ആദ്യമേ ക്ലൗഡ് പറയുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് കുറച്ചുകൂടെ നമുക്ക് അത് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ആക്ച്വലി ഇനി അടുത്താണ് നമ്മൾ ലാൻഡിംഗ് പേജ് ഡിസൈൻസിലോട്ട് പോകുന്നത്. അപ്പോൾ ലാൻഡിംഗ് പേജ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്ത് ബ്രാൻഡ് ഗൈഡ് ലൈൻസും അവതാർസും കൂടെ ബിൽഡ് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത ഒരു ലാൻഡിംഗ് പേജ് ഡിസൈനിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈ ഒരു ലാൻഡിംഗ് പേജിൻ്റെ ഈ ഒരു പ്രോംപ്റ്റ് യൂസ് ചെയ്യാം. ഈ ഒരു പ്രോംപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഇതേപോലത്തെ ഒരു ലാൻഡിംഗ് പേജ് ഡിസൈൻ നമുക്ക് ഇവിടെ അത് തരും. ഓക്കെ, ഇത് എക്സാക്ട്ലി നമ്മുടെ അവതാർസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഓരോ ബിൽഡ് ഫോർ ഹവർ യുവർ ഡേ സ്പെൻസ് സിറ്റിംഗ് എന്നുള്ള രീതിയിൽ പാറ്റ ഓഫീസർ, കാർ ഓർ വാൻ, പോസ്റ്റ്മോർട്ടം റിക്കവറി. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ നമുക്കൊരു ഡിസൈൻ എല്ലാ മീൻസ് ഏതൊക്കെ അവതാർസ് ഉണ്ടോ അവതാർസിനെല്ലാം ആപ്ലിക്കബിൾ ആവുന്ന രീതിയിൽ ഒരു ലാൻഡിംഗ് പേജ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോംപ്റ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങൾ, ഏതൊക്കെ എലമെൻറ്റ്സുകൾ ഇതിനകത്ത് വേണം എന്നുള്ള രീതിയിൽ നമുക്കത് ചെയ്തു തരും. ആക്ച്വലി ഇതേ സെയിം ഡിസൈൻ തന്നെ നമുക്ക് ഇപ്പം ക്ലൗഡ് ഷോപ്പിഫൈ വഴി കണക്ട് ചെയ്ത് നിങ്ങൾക്കത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇന്ന് അതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ക്ലൗഡ് MCP വഴി നമുക്ക് ഷോപ്പിഫൈ ആയിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്കൊരു ഇതേപോലൊരു ഒരു തീമിനകത്ത് ഇതേ പേജ് തന്നെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഞാനത് ഇവിടെ കാണിക്കുന്നില്ല. കാരണം അത് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ക്ലൗഡിൽ നിങ്ങൾക്ക് നല്ല ഒരു $100 ഒരു പ്ലാനിലായിരിക്കും നിങ്ങൾ നിൽക്കേണ്ടത്. നല്ലൊരു ക്ലൗഡിൻ്റെ ഓപ്പസ് സോണറ്റ് എന്നുള്ള ഓപ്പസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്താൽ മാത്രമേ നല്ലൊരു രീതിയിലുള്ള ഔട്ട്പുട്ട് വരത്തുള്ളൂ. അത് മേ ബി നിങ്ങളൊന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. മേ ബി അതൊരു ഇനിയുള്ള ഏതെങ്കിലും ഒരു വീഡിയോസിൽ ഞാൻ അത് കാണിക്കാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാനിപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ക്ലൗഡിലെ ഒരു ഡിസൈൻ എടുത്തിട്ട് എക്സാക്ട്ലി ക്ലൗഡിനെ ഷോപ്പിഫൈ ആയിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്ത് ആ ഒരു എക്സാക്റ്റ് ഈ ഡിസൈൻ തന്നെ നമ്മൾ ഷോപ്പിഫൈയിൽ ബിൽഡ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ അത് ഞാൻ ഇപ്പം കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസൈനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽസ് എടുത്തിട്ട് നിങ്ങൾക്ക് മാനുവലി ഒരു ഡിസൈൻ ഷോപ്പിഫൈയിൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഷോപ്പിഫൈയിൽ വെൽനസ് കംഫർട്ട് ഫ്ലോയ്ക്ക് ഡിസൈൻ എടുത്തത് ആക്ച്വലി ഇതേപോലത്തെ ഈ ഡിസൈൻ തന്നെ. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടില്ല, ബട്ട് ഓൾമോസ്റ്റ് കാര്യങ്ങളും നമ്മളിപ്പോൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് വരുമ്പോൾ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഹീറോ സെഷൻ. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് ഇമേജും അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പേര്, പിന്നീട് അതിൻ്റെ എന്താണോ സോൾവ് ചെയ്യുന്നുള്ള ഒരു ഇൻസ്റ്റൻ്റായിട്ട് ഇപ്പോൾ യൂസർ വരുമ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് കൊടുക്കുക. പിന്നെ ഇതൊരു ചൂസ് യുവർ ബണ്ടിൽ ആൻഡ് സേവ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു പ്രോഡക്റ്റിന് 34.99 pound ഇവിടെ ചാർജ് ഇട്ടേക്കുന്നത്. പിന്നെ 2 pack of 2, pack of 3, pack of 4 വെച്ചിട്ട് ഇതൊരു ചെയ്യാം. ഇതൊരു ആപ്പാണ്. അപ്പോൾ ആപ്സൊക്കെ ഏതൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. പിന്നെ നമ്മൾ ഈ ഒരു ട്രസ്റ്റ് ബാഡ്ജസ്, ഇപ്പോൾ സെക്യൂർ പേ ഔട്ട് വിത്ത് ചെക്കൗട്ട് വിത്ത് പേപ്പാൽ ആൻഡ് ക്രെഡിറ്റ് കാർഡ്സ്. പേപ്പാൽ ആക്ച്വലി ഇപ്പോഴും UK ഒരു ഭാഗം യൂസേഴ്സ് പേപ്പാൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പേപ്പാലിനേക്കാളും ഇപ്പോൾ ഷോപ്പിഫൈ പേയ്മെൻറ്റ്സ് ആണ് കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത്. ഷോപ്പ് ഫ്ലോ അല്ലെങ്കിൽ ആപ്പിൾ പേ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് പേപ്പാൽ ഞാൻ ജസ്റ്റ് നമ്മളൊരു ഒരു ട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വെക്കാൻ വേണ്ടി ഞാൻ അവിടെ എൻ്റെ ഒരു ഇത് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇത് ബ്രിട്ടീഷ് കമ്പനി എന്നുള്ള രീതിയിൽ ഞാനത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ അവിടെ UK ആളുകൾക്ക് ഓക്കെ ഇത് UK വരുന്ന പ്രോഡക്റ്റാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. പിന്നെ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ പ്രോഡക്ട്സിനും 60 days മണി ബാക്ക് ഗ്യാരണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം വാങ്ങിച്ച് 60 daysനകത്ത് ഏതെങ്കിലും യൂസർ എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറയുകയാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് റീഫണ്ട് കൊടുക്കാനുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഏത് ദിവസമാണ് പോകുന്നത്, മീൻസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് അവർക്ക് ഡെലിവർ ആവും എന്നുള്ള കാര്യങ്ങൾ. പിന്നെ എൻ്റെ കെയർ ഇൻസ്ട്രക്ഷൻ, റിട്ടേൺ പോളിസി കാര്യങ്ങൾ. ഇപ്പോൾ ഇതാണ് ഒരു പ്രോബ്ലം സെഷൻ. ഇപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എക്സാക്ട്ലി നമ്മൾ എന്താണോ അവർ ഫേസ് ചെയ്യുന്നത് ആ ഒരു പ്രോബ്ലംസ് എങ്ങനെ നമ്മൾ പ്രോഡക്റ്റ് സോൾവ് ചെയ്യും എന്നുള്ള രീതിയിലാണ്. പിന്നെ റിവ്യൂസ്, ആക്ച്വലി ഇവിടെ വെച്ചിട്ടുള്ള റിവ്യൂസ് എല്ലാം ഫേക്കല്ല. നമ്മളിപ്പോൾ
ഈ ആമസോൺ യു എസ് നിന്നൊക്കെ എടുത്ത റിവ്യൂസ്, അതേപോലെ ഇവിടെ നമുക്ക് UK കസ്റ്റമറിൻ്റെ പേര് വെച്ച് വയ്ക്കുന്ന ഒരു റിവ്യൂ ആണ്. ആക്ച്വലി ഇത് ചെയ്യുമ്പോൾ ഞാനിത് ഷോപ്പിഫൈയുടെ ആ കോഴ്സിലൊക്കെ ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബേസിക്കലി ഇത് എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഇങ്ങനെ ഈ ഫേക്ക് ചെയ്ത് വെച്ച് നമുക്ക് ചെയ്യാമെന്നുള്ളത്. കാരണം ഇത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ കള്ളം പറഞ്ഞാണ് നമുക്ക് നടന്നു പറഞ്ഞാൽ UK ആ ഒരു ഇപ്പോൾ ഹാരി കൂപ്പർ എന്ന് പറഞ്ഞ ആളല്ല ഇത് ഈ ഒരു റിവ്യൂ ഇട്ടിട്ടുള്ളത്. ഇത് വേറെ ആളുടെ Amazon.com റിവ്യൂ ആണ്. അതിനെടുത്തിട്ട് നമ്മൾ പേര് മാറ്റി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇനിഷ്യൽ ടൈമിൽ നമുക്ക് ഇതേ ഒരു ഓപ്ഷനുള്ളൂ. കാരണം നമുക്ക് അറിയാലോ വലിയൊരു എമൗണ്ട് പേയ്മെൻ്റൊക്കെ ചെയ്താണ് നമ്മൾ ആഡ്സ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വലിയൊരു CPM കോസ്റ്റൊക്കെ ഫേസ് ചെയ്താണ് ആഡ്സ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്ന ആളുകൾക്ക് കൺവിൻസ് ആവണമെങ്കിൽ ഇതിനകത്ത് റേറ്റിംഗ് ഉണ്ടായിരിക്കണം. റേറ്റിംഗ് ഇല്ലെങ്കിൽ ആളുകൾ ചിലപ്പോൾ അത് കൺവിൻസ് ആവത്തില്ല. അപ്പോൾ നമുക്ക് കൺവേർഷൻസ് കുറയും. അപ്പോൾ ഇനിഷ്യൽ ടൈമിൽ നമ്മൾ ഇതേപോലത്തെ റിവ്യൂസ് വയ്ക്കാം. ആക്ച്വലി ഇത് ഫേക്ക് റിവ്യൂ അല്ല, പേര് വേറെയാണ്. പേര് നമ്മൾ UK നെയിമിലോട്ട് മാറ്റുന്നുള്ളൂ. റിവ്യൂസൊക്കെ ഒറിജിനലാണ്. റിവ്യൂസൊക്കെ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ആമസോൺ റിവ്യൂസാണ്. ഓക്കെ, അപ്പോൾ അത് ഫേക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു പാർഷ്യൽ ഫേക്ക്, പേരൊക്കെ ഫേക്ക്, അത്രേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാനിവിടെ ഇത് വെച്ചപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്കി കാർട്ടൊന്നും വെച്ചിട്ടില്ല. അതിന് പകരം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എല്ലാം ഈ ഒരു സ്ക്രോൾ ടു ടോപ്പ് ബട്ടൺസാണ് വെച്ചിട്ടുള്ളത്. സ്റ്റിക്കി കാർട്ട് വയ്ക്കുമ്പോൾ കുറച്ച് ഈ ഡിസൈൻസിൽ കുറച്ച് ഒരു എന്താ പറയുക മൊബൈൽ വ്യൂവിലൊക്കെ വരുമ്പോൾ ചെറിയൊരു അപാകതയുണ്ട്. അതുകൊണ്ട് ഞാൻ സ്റ്റിക്കി കാർട്ട് ഒഴിവാക്കി. എന്നിട്ട് എങ്ങനെയാണ് വെച്ചാൽ ഇപ്പോൾ റിവ്യൂസ് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് താഴോട്ടുള്ള റിവ്യൂസിലോട്ട് പോകും. പിന്നെ റിവ്യൂസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ മെക്കാനിസം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക. പിന്നെ ഇതെന്തൊക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യും, മീൻസ് അവരുടെ ഡെയിലി പ്രശ്നങ്ങൾ, മീൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ഒരു സിറ്റിംഗ് പ്രോബ്ലംസ് ആണ് ഈ നമ്മുടെ പ്രോഡക്റ്റ് സോൾവ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഓരോ അവതാസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ പിന്നെ കോമ്പറ്റീറ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കുക, എന്താ പറയുക ഒരു കമ്പാരിസൺ കൊടുക്കുക. പിന്നെ ഉള്ളത് ഒരു എന്താ പറയുക ഇതിനൊരു ഒരു ഫോമോ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ ഇത്രയും കോസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം ഒരു ഓഫീസിന് ഇത്ര കോസ്റ്റ് വരാം, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി സെഷൻസ് ഇത്ര കോസ്റ്റ് വരാം, ഇങ്ങനെ പറഞ്ഞിട്ട് ഓക്കെ ഇത് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ഇതെല്ലാം ഓൾമോസ്റ്റ് ഇതിൻ്റെ എല്ലാ ഒരു കോസ്റ്റിങ് ഇത് നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഒഴിവാക്കി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള രീതിയിൽ അത് പറയാം. അത് കുറച്ചുകൂടെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ ആണ് യൂസേഴ്സിൻ്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ചിന്തിച്ച് അവരെ കുറച്ച് കൺവിൻസ് ആവുന്ന രീതിയിൽ അത് ബിൽഡ് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ ഇത് എക്സാക്ട്ലി ഇത് ഫേക്കാണ്, ഒരു AI വെച്ച് ബിൽഡ് ചെയ്തതാണ്. ഇത് ഒരു നെയിമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അല്ല. അപ്പോൾ ഇതൊക്കെ വെക്കുക, മീൻസ് ഇനിഷ്യൽ ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് യൂസേഴ്സിന് മാക്സിമം കൺവിൻസ് ചെയ്യാവുന്ന രീതിയിൽ അത് ഇപ്പോൾ എന്താ പറയുക ഇല്ലീഗലായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ നമുക്ക് എക്സാക്ട്ലി ഒരു കംപ്ലീറ്റ് ലൈ ആയിട്ടുള്ള കാര്യങ്ങളോ പറയല്ലേ. നമുക്ക് അൺക്ലെയിംഡ് ആയിട്ടുള്ള ഇപ്പോൾ എന്താ പറയുക വളരെ ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മളവിടെ പറഞ്ഞ് അത് ആളുകളെ നമുക്ക് കൺവിൻസ് ചെയ്യിപ്പിക്കില്ലേ. നമ്മൾ എന്താണോ നമ്മുടെ പ്രോഡക്റ്റിനുള്ള കാര്യങ്ങൾ, ആക്ച്വലി ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ പ്രോഡക്റ്റിനുള്ളതാണ്. ഇത് നല്ല പ്രോഡക്റ്റാണ്. ഇപ്പോൾ നമുക്ക് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസൊക്കെ നമ്മൾ ഓരോ ഇപ്പോൾ ഞാൻ ഫ്രണ്ട്സിനെ കൊടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓക്കെയാണ്, ഈ ഒരു കംപ്ലീറ്റ്ലി ഇത് ഓക്കെയാണ്. മാത്രമല്ല ഞാനിത് UK ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഞാൻ ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് ആക്ച്വലി എൻ്റെ ഒരു UK കൂടെ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് UK ഈ കമ്പനി ചെയ്യുന്നത് അത് എന്താ പറയുക ഞാൻ എൻ്റെ വിർച്വൽ കമ്പനിയല്ല, ഇതൊരു ഫിസിക്കൽ കമ്പനിയാണ്. എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ചേർന്നാണ് അത് ചെയ്യുന്നത്, ഈ ഒരു വൺ വെൽനെസ്സിൻ്റെ കമ്പനി. അപ്പോൾ അവിടെ ഈ പ്രോഡക്റ്റ് ഞാൻ അയച്ചു. അപ്പോൾ പ്രോഡക്റ്റ് ഓക്കെയാണ്, പ്രോഡക്റ്റ് അവർ യൂസ് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ ഓക്കെയാണ് അവിടെ. അപ്പോൾ പ്രോഡക്റ്റിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ആക്ച്വലി ബെറ്ററാണ്. അത് ഒരുപാട് നല്ല രീതിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ പ്രോഡക്റ്റിന് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, യൂസ് ചെയ്തവർക്ക് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു യൂസേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എൻ്റെ രീതി മീൻസ് നമ്മളിപ്പോൾ എന്താ പറയുക ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മളെല്ലാം ഇൻവെൻട്രി പോലും ഇല്ലാത്ത സമയത്ത് നമുക്കത് ഇപ്പോൾ ഒരു സെയിൽ വരണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ നമുക്ക് വെച്ചേ പറ്റും. കാരണം ഇത് നമ്മളവിടെ വലിയ ബ്രാൻഡ്സുകളായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്ന ആഡ്സിൽ. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഇന്ന കാര്യങ്ങൾ വെച്ചാലാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കൺവേർഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ FAQ വയ്ക്കുക. FAQവിന് പകരം FAQവിൻ്റെ നമ്മുടെ മണി ബാക്ക് ഗ്യാരണ്ടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ടുള്ള റിവ്യൂസ് എല്ലാം വയ്ക്കുക.
ഓക്കെ, ഈ റിവ്യൂസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്? ആക്ച്വലി ഇതെല്ലാം ഫസ്റ്റ് തൊട്ട് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ മെമ്പർഷിപ്പിനകത്ത് നമ്മൾ ഈ ഒരു എക്സാക്ട് ഷോപ്പിഫൈ ബിൽഡ് ചെയ്യുന്ന ഫസ്റ്റ് തൊട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു ഫുൾ സ്ക്രീൻ ഷെയർ വീഡിയോസ് ഞാൻ മെമ്പർഷിപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കാരണം ഇത് ബിൽഡ് ചെയ്ത് വരുമ്പോൾ ഓൾമോസ്റ്റ് നല്ലൊരു ടൈം എടുക്കും. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ ഇടാത്തത്. മെമ്പർഷിപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ റിവ്യൂസൊക്കെ ആക്ച്വലി ഇതൊക്കെ ഒരു ഡിസൈനാണ്, ഇത് ആപ്പല്ല, ഡിസൈനാണ്. ഇതൊക്കെ എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കത് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ കളർ കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ നോക്കുക. ഇപ്പോൾ നമ്മളിവിടെ 1 തന്നെ ഒരു ബ്ലൂ കളറിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനും ഈ ഒരു ബ്ലൂ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യാം. ഇപ്പോൾ ഒരു 45 ഇയേഴ്സ് മുകളിലുള്ള ആളുകളാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ചിലപ്പോൾ അവർ ഈ മൊബൈൽ വഴിയാണ്, ഇപ്പോൾ 98-99% ട്രാഫിക്ക് മൊബൈൽ വഴിയാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കളേഴ്സും അതിൻ്റെ ഫോൺസും കാര്യങ്ങളൊക്കെ വയ്ക്കാം. മീൻസ് അവർക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ ഇത്രയും റൈറ്റിങ്സൊക്കെ നമുക്ക് കുറയ്ക്കാം, കുറച്ചുകൂടെ റൈറ്റിങ്സൊക്കെ കുറയ്ക്കാം. പിന്നെ നമുക്ക് എന്താണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് അതൊക്കെ പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്യുക. കാരണം ഒരു 10 സെക്കൻഡ്സിനകത്ത് ഇത് കൺവിൻസ് ചെയ്യിപ്പിക്കണം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം. നമ്മളൊരു ആഡിൽ നിന്ന് അവർ ക്ലിക്ക് ചെയ്ത് അവർ ഇറങ്ങുമ്പോൾ ഒരു മാക്സിമം ഒരു 10 സെക്കൻഡ്സ്, 10 ഒന്നും കിട്ടത്തില്ല, ഒരു 5 to 6 സെക്കൻഡ്സിനകത്ത് ഇവരെ കൊണ്ട് ആ ഡിസിഷൻ നമ്മൾ എടുപ്പിക്കണം. ഇന്ന പ്രോഡക്റ്റ് ഇതാണ്, ഓക്കെ ഇതിൻ്റെ കാര്യം ഇതാണ്, ഇതെനിക്ക് ഡെയിലി ലൈഫിൽ യൂസ് ഉണ്ട് എന്നുള്ള ഒരു ചിന്ത അവരെ ബ്രെയിനിൽ അത് എത്തിക്കണം. നമുക്ക് കിട്ടുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഒരു 10 സെക്കൻഡ്സിനകത്താണ്. മാക്സിമം ഒരു 5 to 6 സെക്കൻഡ്സ്, മാക്സിമം ഒരു 10 സെക്കൻഡ്സ് വരെ കിട്ടുമായിരിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇവരെ കൊണ്ട് കൺവിൻസ് ചെയ്യിപ്പിച്ച് ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യിപ്പിച്ച് ഇതിനകത്ത് നിന്ന് ഒരു പാക്കേജ് എടുത്ത് അവരെ കൊണ്ട് ബൈ ചെയ്യിപ്പിക്കണം. അപ്പോൾ അതാണ് നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വലിയൊരു പാർട്ട് ഫേസ്ബുക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിൻ്റെ ക്രിയേറ്റീവ്സൊക്കെ നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ടാർഗറ്റായിട്ടുള്ള ഓഡിയൻസിൻ്റെ അടുത്ത്, പർച്ചേസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് പോകും. അതോടൊപ്പം തന്നെ പിന്നെ ലാൻഡിങ് പേജാണ് പിന്നെ ജോലി ചെയ്യുന്നത്. അതും കൂടെ രണ്ടും കൂടെ ആകുമ്പോഴാണ് അത് നമുക്കൊരു ഔട്ട്പുട്ടായിട്ട് സെയിലായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മളത് ബിൽഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ പേജ് ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പേജ് എന്ന് പറയുന്നത് ഇപ്പോൾ 34.99 ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കോട്ടൊക്കെ ഞാൻ കാണിക്കാം എത്രയാണെന്നുള്ളത്. ഇപ്പം ടീം ഡ്രോപ്പിൻ്റെ ഒരു കോട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ അടുത്ത് വരുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ മാർക്കറ്റ് ചെയ്യുന്നത് ഇതാണ്, നമ്മളെ നീ പില്ലോ കുറച്ചുകൂടെ ചെറിയ എമൗണ്ടാണ് നമുക്ക് വരുന്നത്. 15 പൗണ്ട്സ് നമുക്ക് 14.99 ആണ് നമുക്ക് റേറ്റ് വരുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു ലോ ടിക്കറ്റ് പ്രോഡക്റ്റാണ്. മറ്റേത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ലോ ടിക്കറ്റാണ്. അപ്പോൾ നീ പില്ലോയ്ക്ക് നമുക്ക് ഇപ്പം നമ്മുടെ ഇതിൽ വെച്ചതിൻ്റെ അത്രയും കാര്യങ്ങൾ വെക്കണമെന്നില്ല. നമുക്ക് മറ്റേ ഈ കുഷനിൽ വെച്ചതിൻ്റെ അത്രയും കാര്യങ്ങൾ വേണമെങ്കിൽ നീ പില്ലോയിൽ നമുക്ക് വെക്കണമെന്നില്ല. നീ പില്ലോയ്ക്ക് ഞാൻ കുറച്ച് 2 കാര്യങ്ങളെ വെച്ചിട്ടുള്ളൂ. കാരണം നീ പില്ലോ അത്രയും മതിയാവും. കാരണം 15 പൗണ്ട്സിൻ്റെ പ്രോഡക്റ്റ്സ് അല്ലേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. 15 പൗണ്ട് കുറച്ചുകൂടെ വാല്യൂ കുറവായതുകൊണ്ട് മേ ബി ഇത്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സൊല്യൂഷൻ അവെയർ പ്രോഡക്റ്റാണ്. ആളുകൾക്ക് ഈ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഇത് ഇങ്ങനെ നമുക്ക് സ്ലീപ്പ് കിടക്കുമ്പോൾ ഇങ്ങനെ ഈ നീയുടെ ഇടയിൽ വെക്കാനുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ള കാര്യങ്ങൾ അറിയാം. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യണം. മറ്റേ ഈ പ്രോഡക്റ്റ് നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യണം. കാരണം ഈ കുഷൻ ഇപ്പോൾ സാധാരണ കുഷനേക്കാളും ഈ ഒരു കുഷൻ എന്തുകൊണ്ട് 35 പൗണ്ട്സ് കൊടുത്ത് വാങ്ങണം എന്നുള്ള കാര്യങ്ങൾ കൺവിൻസ് ചെയ്യണം. മേ ബി ഇതൊരു പ്രോബ്ലം അവെയർ പ്രോഡക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ, പ്രോബ്ലം അവെയർ പ്രോഡക്റ്റ് അല്ല, ഒരു പ്രോബ്ലം അവെയറിൽ നിൽക്കുന്ന ആ സ്റ്റേജിൽ നിൽക്കുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ അത് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിനൊരു പ്രീ സെയിൽ പേജ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഞാൻ ഇപ്പോൾ ചലഞ്ചിനൊക്കെ നമുക്ക് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് പ്രോഡക്റ്റ് പേജ് ഡയറക്റ്റായിട്ട് വെച്ച് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഈ 2 പ്രോഡക്റ്റ്സുമാണ് നമുക്കിവിടെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പോളിസി പേജസും നമ്മൾ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക. യൂസേഴ്സിന് അത് വിത്ത് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. കാരണം ഇതൊക്കെ വളരെ ട്രസ്റ്റ് ഫാക്ടേഴ്സാണ്. നമ്മളിപ്പോൾ ഒരു ട്രസ്റ്റഡ് കമ്പനിയാണെന്നുള്ള രീതിയിൽ ആളുകളെടുത്ത് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെ നമ്മളെ വെബ്സൈറ്റ്സിൻ്റെ ഫോട്ടോസൊക്കെ ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഹോം പേജ് ഇതാണ്. ഹോം പേജ് ഞാനിപ്പം ആക്ച്വലി വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ഹോം പേജൊക്കെ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള തീമിൽ നിൽക്കുകയാണ്. ഹോം പേജസ് കുറച്ചുകൂടെ വേണമെങ്കിൽ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം. പിന്നെ ബെസ്റ്റ് സെല്ലേഴ്സും വരുമ്പോൾ കാർഡ്സൊക്കെ കുറച്ചുകൂടെ കാർഡ്സൊക്കെ ഇത് മതിയാവും. നല്ലൊരു രീതിയിൽ ഇതേപോലെ കാർഡ്സൊക്കെ ബിൽഡ് ചെയ്യുക. പ്രോഡക്റ്റിൻ്റെ കാർഡും പിന്നെ അതിൻ്റെ പ്രൈസിങ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ അത് ബിൽഡ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത്.
അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഡിസൈൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നമ്മുടെ മെമ്പർഷിപ്പിനകത്തുണ്ട്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഓരോ പ്രോഡക്റ്റ് പേജസും പ്രോഡക്റ്റ് ലാൻഡിങ് പേജസും എങ്ങനെ ബിൽഡ് ചെയ്യുന്നുള്ളത് നമ്മൾ മെമ്പർഷിപ്പ് ഏരിയയിലകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ പിന്നെ ഈ ഇത് കണ്ടാൽ തന്നെ ഏകദേശം കുറേ കാര്യങ്ങൾ മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ആ വീഡിയോസ് ഇവിടെ ഉള്ളതുകൊണ്ട് പിന്നെ നിങ്ങൾക്കൊന്നുകൂടെ കാണണമെങ്കിൽ മെമ്പർഷിപ്പിനകത്ത് പോയാലും മതി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്കിവിടെ നോക്കേണ്ടത് ആക്ച്വലി നമ്മളിവിടെ ചെയ്തിട്ടുള്ള ആപ്സുകളാണ്. ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു ആപ്പ് ഇവിടെ ഞാൻ ചെയ്തത് ഒമ്നിസെൻ്റാണ്. ഒമ്നിസെൻ്റ് എന്ന് പറയുന്നത് ഒരു ഇമെയിൽ ആൻഡ് SMS മാർക്കറ്റിംഗ് ടൂളാണ്. ഇപ്പോൾ നമുക്ക് അബൻഡൻറ്റ് കാർഡ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയാണ് ഒമ്നിസെൻ്റ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒമ്നിസെൻ്റ് അല്ലെങ്കിൽ ക്ലൈവിയോ ഒക്കെ വയ്ക്കാം. ക്ലൈവിയോക്കാളും എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ള ഒമ്നിസെൻ്റാണ്. ഒമ്നിസെൻ്റിൻ്റെ എൻ്റെ ഏജൻസി പാർട്ണറൊക്കെയാണ് ഒമ്നിസെൻ്റ്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒമ്നിസെൻ്റ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഓട്ടോമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വയ്ക്കാം. ഇപ്പോൾ അബണ്ടൻറ്റ് കാർഡ്സ് ഓട്ടോമേഷൻസ്, പിന്നെ ക്യാമ്പയിൻസ്, നമുക്ക് ഓൾറെഡി വന്ന കസ്റ്റമേഴ്സിന് ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോരോ പ്രോഡക്ട്സിനും സെപ്പറേറ്റ് അബണ്ടൻറ്റ് കാർഡ്സ് മെസ്സേജസൊക്കെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഒമ്നിസെൻ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നീട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഏതൊക്കെ ആപ്സുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പറയാം. ഇപ്പോൾ ഞാനിവിടെ ടീം ഡ്രോപ്പിൻ്റെ ആപ്പുണ്ട്. ടീം ഡ്രോപ്പിൻ്റെ ആപ്പ് ഡയറക്റ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ടീം ഡ്രോപ്പിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ടീം ഡ്രോപ്പിൽ എന്തൊക്കെയാണ് മീൻസ് നമ്മൾ ഈ പ്രോഡക്ട്സ് എല്ലാം ഞാൻ ടീം ഡ്രോപ്പിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടീം ഡ്രോപ്പ് ഡയറക്റ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രോഡക്ട്സ് നമുക്കിവിടെ തരുന്ന സ്റ്റോർ പ്രോഡക്ട്സ്, ഞാൻ കുറച്ച് പ്രോഡക്ട്സ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സീഡ് കുഷന് ടീം ഡ്രോപ്പ് തരുന്ന റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു $14 നമുക്ക് ടീം ഡ്രോപ്പ് തരുന്നത്. നമുക്കിപ്പോൾ അത് ഫാസ്റ്റ് ഡെലിവറി പോവുകയാണെങ്കിൽ 3 to 5 ഓപ്ഷൻ എവിടെയാണ്, 3 to 6 days കേട്ടോ, 3 to 5 days. അപ്പോൾ നമുക്കൊരു $16 വരും കോസ്റ്റ്, നമ്മുടെ പ്രോഡക്റ്റ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ഷിപ്പിംഗ് പ്ലസ് പ്രോഡക്റ്റ്. ഇപ്പോൾ $16 എന്ന് പറയുന്നത് 16.4 USD to GBP, 12.20 pound വരും. അപ്പോൾ നമ്മളിപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് എത്രയാണ്, 34. അപ്പോൾ എത്രയായി, 12.4 ഓൾമോസ്റ്റ് ഒരു 3 times നമ്മൾ 3 times വരും അല്ലേ, 3 times ഇല്ല, 2.8 വരും. അറ്റ്ലീസ്റ്റ് നമ്മൾ സോഴ്സ് കോസ്റ്റിൻ്റെ നമുക്ക് ഇവർ തരുന്ന പ്രൈസിൻ്റെ, ടീം ഡ്രോപ്പ് തരുന്ന പ്രൈസിൻ്റെ ഒരു 2.5 എങ്കിലും ഇടുക. ഓക്കെ, 2.5 എങ്കിലും നമ്മൾ മാർക്കപ്പ് ഇടണം ആ ഒരു കോസ്റ്റ്. എന്നാൽ മാത്രമേ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. മാത്രമല്ല നമ്മളിത് ഈ ഒരു പ്രൈസിൽ നമുക്ക് ഏത് പ്രൈസിനാണ് ഇത് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് എന്നുള്ള കാര്യം നമുക്ക് അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ഇനി ഡ്രോപ്പ് ഷിപ്പിംഗ് കഴിഞ്ഞ് ബ്രാൻഡിങ്ങിലോട്ട് പോകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള രീതിയിൽ അത് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരിക്കലും നമ്മുടെ കോസ്റ്റ് ഒരു 2.5x താഴെ ഇടല്. താഴെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് നമുക്ക് പ്രോഫിറ്റബിൾ ആക്കാൻ ഇത്തിരി പാടാണ് മുന്നോട്ട് പോകുമ്പോൾ. പിന്നെ നമ്മൾ അടുത്ത പ്രോഡക്റ്റ് നീപ്പില്ലോയും ഒരു തരുന്ന പ്രൈസ് ഇതാണെങ്കിൽ 6 to 10 ഇത് വരും. 3.5 ആണെങ്കിൽ 6.4 വരും. ഞാൻ എപ്പോഴും 3 to 5 ഡേയ്സിൻ്റെ അടുത്താണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ പ്രോഡക്റ്റ് യൂസേഴ്സിനെ നിർത്തും. അപ്പോൾ 6.52 ആണ് വരുന്നത്. അപ്പോൾ 6.52 വരുമ്പോൾ 6.52 4.85 pound വരും. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത് 15 pounds ആണ്. ഓൾമോസ്റ്റ് 3 അല്ല 2.8 ആ റേഞ്ച് വരും അല്ലേ. അപ്പോൾ 5 വരും, 5 to 3 3 വരും. 3x മേളിൽ ഇട്ടിട്ടുണ്ട്. 15 poundsനാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 3x ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രൈസിംഗ് ഒക്കെ നമ്മളിപ്പോൾ ഇട്ടേക്കുന്നതെല്ലാം പ്രോപ്പറാണ്. നമ്മൾ ഇത്രയും മാർക്കപ്പ് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പ്രൈസിങ് കാര്യങ്ങൾ ഇടുക. ഓക്കെ, ഇനി അടുത്ത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ആപ്സ് എന്ന് പറയുന്നത് വൺ ക്ലിക്ക് അപ്സിലാണ്. ആക്ച്വലി ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. വൺ ക്ലിക്ക് അപ്സിൽ ആപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരാൾ പ്രോഡക്റ്റ് വാങ്ങിച്ച് നമ്മുടെ ചെക്കൗട്ട് എത്തി മീൻസ് താങ്ക് യു പേജ് നിൽക്കുമ്പോൾ അവിടെ വെച്ചൊരു അപ്സെൽ ചെയ്യുന്ന ഒരു ആപ്പാണ്. ആക്ച്വലി ഞാനിപ്പോൾ അതൊന്നും ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ക്വിക്കിഫൈ
ക്വിക്കിഫൈ വോളിയം ഡിസ്കൗണ്ട്. അതാണ് ഈ പർട്ടിക്കുലർ സാധനം. നമ്മളെ എന്താ പറയുക, ആ ബണ്ടിൽ സംഭവം അത് ഫ്രീ ആണ്, ഫ്രീ ആപ്പാണ് സാധനം. നമ്മളിവിടെ ഇത് വരുന്ന ആപ്പ് ഇത് ആ ഒരു ഇത്. പിന്നീട് പെൻഡോറ ഡൗൺലോഡ്സ്, ആക്ച്വലി ഇതൊരു ഡിജിറ്റൽ പ്രോഡക്ട്സ് വയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ചുമ്മാ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളൂ. പിന്നെ സെൻഡ്രോപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് എങ്ങനെയാണ് അത് വർക്കൗട്ട് ആവുന്നതെന്നുള്ള രീതിയിൽ. മേ ബി ചിലപ്പോൾ ടീം ഡ്രോപ്പിനകത്ത് ചില പ്രോഡക്ട്സ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ സെൻഡ്രോപ്പിലോട്ടും കൂടെ ഒരു ബാക്കപ്പ് ആയിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ ഡ്രോപ്പ് ഷിപ്പർ എന്ന് പറഞ്ഞാൽ ഈ ടീം ഡ്രോപ്പ് പോലത്തെ ഒരു ടീമാണ്. ഞാൻ ജസ്റ്റ് അവരുടെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്, ഞാൻ അവർ ഓർഡേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ സ്റ്റിക്കി ആഡ് ടു കാർട്ട്, ഇത് ഞാൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് യൂസ് ചെയ്തിട്ടില്ല. അതിന് പകരമാണ് ഞാൻ എല്ലാ ബട്ടൺസും ഞാൻ ഇത് ക്ലിക്ക് ടു ടോപ്പ് എന്നുള്ള രീതിയിൽ ഈ സ്ക്രോളിംഗ് ബട്ടൺസ് ആക്കി. ഓക്കെ, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അത് ക്ലൗഡ് വഴിയൊക്കെ നിങ്ങൾക്ക് ഡിസൈൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പിഫൈ സംഭവം. നമുക്ക് സെയിൽസൊക്കെ വരുന്നുണ്ട്. ആക്ച്വലി അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നില്ല, അത് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ അത് വരും. എക്സാക്ട്ലി ഒരു സസ്പെൻസ് ആക്കി ഞാൻ വെച്ചേക്കാം നമ്മളെ സെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ, നമ്മളെങ്ങനെ മറ്റേ ആഡ്സൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ ആക്ച്വലി ഇങ്ങനെയാണ് ഞാൻ ഷോപ്പിഫൈ സ്റ്റോർ ബിൽഡ് ചെയ്തത്. ഇപ്പോൾ ഞാൻ ഇത് ബേസിക് തൊട്ട് പറയാത്തത് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ ഇവിടെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ നോക്കിയെടുക്കാം. എന്നിട്ട് മെമ്പർഷിപ്പിനകത്തും നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം വേണമെങ്കിൽ, ഈ സ്റ്റോർ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വേണമെങ്കിൽ മെമ്പർഷിപ്പിനകത്തും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോപ്പിഫൈ സ്റ്റോർ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സിംഗിൾ പേഴ്സണായിട്ട് ബിൽഡ് ചെയ്യാം. ഇത് ഞാൻ എൻ്റെ ടീമിൻ്റെ നിന്നും ഒരു ഹെൽപ്പ് ഞാൻ എടുക്കാതെ ഞാനാണ് കംപ്ലീറ്റ് ആയിട്ട് ഞാനത് ബിൽഡ് ചെയ്തത്. ആക്ച്വലി അത് ചെയ്യാൻ പറ്റുന്നതാണ്, ഒരു സിംഗിൾ പേഴ്സണെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ ഇന്ന് ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നതും ഞാൻ ഒറ്റയ്ക്കിരുന്നാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഫ്ലാറ്റിലിരുന്ന്, കേരളത്തിലെ എൻ്റെ ട്രിവാൻഡ്രത്ത് എൻ്റെ ഫ്ലാറ്റിൽ ഇരുന്നാണ് ഞാൻ ഒറ്റയ്ക്കിരുന്നാണ് ഈ ഒരു ഇത്രയും ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തത്. ഞാൻ എൻ്റെ ഒരു ടീമിൻ്റെ ഒരാളുടെ പോലും ഹെൽപ്പ് എടുത്തിട്ടില്ല. മേ ബി ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് എക്സ്പീരിയൻസ്ഡ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ കൂടെ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ടീമിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ടപ്പേന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് തരും. പക്ഷേ അതല്ലാതെ ഞാൻ എന്തുകൊണ്ട് നമുക്ക് ഒരു സിംഗിൾ പേഴ്സൺ ചെയ്യുകയാണെങ്കിൽ എത്ര ടൈം എടുക്കും? നമുക്ക് ഓക്കെ, ചില കാര്യങ്ങൾ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഓക്കെ, നമുക്ക് ഒരു നോർമലായിട്ട് ഒരു ബിഗിനറായിട്ട് നിൽക്കുന്ന ആളുകൾ, ബിഗിനറിന് ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇന്ത്യയിലൊക്കെ ട്രൈ ഔട്ട് ചെയ്തിട്ട് ഇവിടെയൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. എന്നാലും നിങ്ങൾക്ക് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റോർ ബിൽഡ് ചെയ്യണം, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഇത് എത്ര ടൈം എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്. ഒരു മാസമൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളിൽ ഫണ്ടൊക്കെ ഉണ്ട്, 2.5K ഒക്കെ പൗണ്ട് ഒക്കെ നിങ്ങളിൽ ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു 1 മന്ത് ഒന്നും പോകണ്ട, ഒരു 2 to 3 വീക്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് $100 ഒക്കെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ആക്ച്വലി ഞാനിവിടെ നമുക്ക് ചെയ്യാൻ പോകുന്നത്, എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ തുടങ്ങി ഈ ചലഞ്ച് തുടങ്ങി ഒരു 2 ആഴ്ചയൊക്കെ ഇപ്പം കഴിഞ്ഞു. അപ്പോൾ ഇനിഷ്യൽ ടൈമിൽ ഞാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇടയ്ക്കൊരു യാത്രയൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം എനിക്ക് പോയി. അല്ലെങ്കിൽ നമുക്കൊരു $100 ഇവിടെ എത്താൻ ഒരു 1 to 1.5 വീക്സ് ഒക്കെ മതി. ആ രീതിയിൽ നമുക്കിവിടെ ചെയ്തെടുക്കാൻ പറ്റും. മേ ബി നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 2 to 3 വീക്സ് ഉണ്ട്, അല്ലെങ്കിൽ 1 മന്ത് എടുത്താലും കുഴപ്പമില്ല, നമുക്ക് അത് ഒരു $100 ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യം കൂടെ നമ്മൾ പറയാൻ വേണ്ടിയാണ്. അത് എനിക്കൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയണമല്ലോ, അതിനുവേണ്ടിയാണ് ഞാൻ തനിയെ തന്നെ ഇതെല്ലാം ചെയ്യുന്നത്. എല്ലാം നമുക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കത് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പിന്നെ നമുക്കത് വർക്ക് ലോഡ് കൂടുമ്പോൾ നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഷോപ്പിഫൈയുടെ സ്റ്റോർ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങൾ. ഞാൻ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രോംപ്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ലിങ്കിൽ കൊടുത്തേക്കാം, നിങ്ങൾക്കത് യൂസ് ചെയ്യാം. പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് പാർട്ട് ഇവിടെ ഞാൻ എൻ്റെ സെയിൽസും കാര്യങ്ങളൊക്കെ മിക്കവാറും റിവീൽ ചെയ്യും നെക്സ്റ്റ് പാർട്ടിൽ. ഇതെങ്ങനെയാണ് എടുത്തത്, പിന്നെ മെറ്റാ ആഡ്സിനെ കുറിച്ചും, മേ ബി നെക്സ്റ്റ് പാർട്ട് മെറ്റാ ആഡ്സിനെ കുറിച്ചായിരിക്കും. മെറ്റാ ആഡ്സ് എങ്ങനെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യുന്നു, നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത് വെച്ച അവതാർസിനെയൊക്കെ നമ്മളെങ്ങനെ കൃത്യമായിട്ട് അതിനെ സ്ട്രക്ചർ ചെയ്ത് മെറ്റാ ആഡ്സിൽ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളായിരിക്കും നെക്സ്റ്റ് പാർട്ടിലുള്ളത്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൊക്കെ മെൻഷൻ ചെയ്യുക.
എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ മെമ്പർഷിപ്പും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെടുക്കാം, നോക്കാം. യൂട്യൂബിൻ്റെ മെമ്പർഷിപ്പ്, അതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എൻ്റെ Q&A സെഷൻസിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.